ഹായ്, ഞാൻ പി ടി മിൽട്ടൺ. ഇത് മിൽട്ടോഗ്രഫി. FS6 3 FX3 1 7200 G Master 2 2 1635 2470 90mm മാക്രോ 200 600 അങ്ങനെ പോകുന്നു നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ലിസ്റ്റ്. ഇതെല്ലാം തട്ടാതെ മുട്ടാതെ പൊട്ടാതെ കൊണ്ടുനടക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. കാരണം ഇത്ര നാളത്തെ ഞങ്ങളുടെ ഉറക്കമില്ലാത്ത രാത്രികളിൽ കണ്ട സ്വപ്നം, അതിനുവേണ്ടിയുള്ള കഠിന പ്രയത്നം, ഇതിൻ്റെ എല്ലാം ഫലമാണിത്. ക്യാമറയും സാധനങ്ങളും വാങ്ങാനാണോ നീ ജോലി ചെയ്യുന്നത് എന്നോട് ആദ്യം ചോദിച്ചത് പ്രപഞ്ചത്തിലെ പോരാളിയാണ്. അമ്മ ചോദിച്ചു തുടങ്ങിയ ആ ചോദ്യം പിന്നീട് ഭാര്യയും സുഹൃത്തുക്കളും ഇപ്പോൾ മക്കൾ വരെ ചോദിക്കുന്നു. ചില സമയങ്ങളിൽ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, എന്നിട്ടും എനിക്കൊരു അന്തവും ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്കേ മനസ്സിലാകും. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എൻ്റെ പുതിയ ക്യാമറ കേസാണ്. ഗുഡ്ടെക്കിൻ്റെ T300 എന്ന് പറയുന്ന ഒരു കേസാണ്. യൂസർ ഗൈഡുണ്ട്. അതുകൂടാതെ ഗുഡ്ടെക് അതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വയ്ക്കുന്ന നമ്മുടെ പേര് അല്ലെങ്കിൽ കമ്പനിയുടെ പേരൊക്കെ എഴുതി വെക്കാവുന്ന രീതിയിൽ ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് നമ്പേഴ്സ് എല്ലാം ഉണ്ട്. നല്ല രസമുള്ളൊരു പാക്കേജിങ് ആണത്. അതിങ്ങനെ ചുമ്മാ മുകളിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഇത് താഴത്തേക്ക് അമർത്തിയതിന് ശേഷം മാത്രമേ ഇത് തുറക്കാൻ പറ്റുള്ളൂ. നല്ലൊരു ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ഇതാണ് ഇതിൻ്റെ ടോപ്പ്. ഫ്രണ്ട് ഇവിടെ 2 ലോക്കിംഗ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സാധാരണ ചെറിയ ലോക്കൊക്കെ ഇട്ട് ലോക്ക് ചെയ്യാവുന്നതാണ്. ഇത് ചേഞ്ച് ചെയ്യാം. നമുക്കിവിടെ നമ്മുടെ ബ്രാൻഡിങ്ങോ ഏതെങ്കിലും സാധനം ചെയ്യാൻ പറ്റും. ദെൻ ഈ സൈഡിലായിട്ട് ഡ്യുവൽ ടോണിലാണ്, ബ്ലാക്ക് ആൻഡ് ഗ്രീൻ എന്ന് പറയുന്ന ടോണിലാണ് വന്നിരിക്കുന്നത്. വീലെല്ലാം നല്ല ക്വാളിറ്റി വീലാണ്. ഇതിൽ ഒരു ഫൈബർ കൈൻഡ് ഓഫ് കോട്ടിംഗ് ഉണ്ട്. അതുകൊണ്ട് വലിയ സൗണ്ട് ഇല്ലാതെ നമുക്ക് ഉരുട്ടിക്കൊണ്ട് നടക്കാൻ പറ്റുമായിരിക്കും. ടോപ്പ് സൈഡ് ഈ സൈഡിൽ പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് വലിച്ചാൽ പ്രസ് ചെയ്യാം, വലിക്കും. ഇനി അതിൻ്റെ അകത്തേക്ക് നോക്കാം. ഇത് വരുന്നത് ഫ്രണ്ട് വയ്ക്കാനുണ്ട്. ഇത് ഇതിൻ്റെ കൂടെ വരുന്ന ഇൻബിൽട്ടായിട്ട് വരുന്നൊരു ഫോമാണ്. ഇത് നമുക്ക് പീസായിട്ട് ഇളക്കി എടുത്തിട്ട് നമ്മുടെ എക്യുപ്മെൻറ്റ്സിൻ്റെ ഷേപ്പിന് വെക്കാം. പക്ഷേ ഞാനിതല്ല, വേറെ സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിന് ടോപ്പിൽ നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ സേഫ് ഗാർഡ് ചെയ്യാനായിട്ട് ഒരു പോർഷൻ കൂടിയുണ്ട്. ഒരു സ്പോഞ്ച്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുഷനായിട്ടുള്ള ഒരു സംഭവമാണ്. എക്യുപ്മെൻറ്റ്സിന് ഹാംഫുൾ അല്ല, കറക്റ്റായിട്ട് പാക്കായിട്ടിരിക്കുകയും ചെയ്യും. ഇത് ഓൾറെഡി ഇങ്ങനെ മാർക്ക് ചെയ്ത് വരുന്നുണ്ട്. മാർക്ക് ചെയ്ത് വരുന്നത് ഈ വീലിൻ്റെ സൈഡിലേക്ക് ഇതിങ്ങനെ മടക്കി വയ്ക്കുന്ന രീതിയിൽ 2 എഡ്ജും കറക്റ്റായി വരുന്ന രീതിയിൽ ഓൾറെഡി അവർ മാർക്കിട്ടാണ് ആ സാധനം വരുന്നത്. അതുകൊണ്ട് ഫിറ്റ് ചെയ്യാൻ ഈസിയാണ്. ഈ എഡ്ജും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്ത് വരുന്നുണ്ട്. അതും നമുക്ക് പ്രോപ്പറായിട്ട് ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഇത് കട്ട് ചെയ്യാനുള്ളൊരു ടൂള്, ഇത് നമ്മൾ പ്ലേസ് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഒരു ശകലം ഒരു ഇഞ്ചിലധികം അകത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി ഒരു ടൂള് തന്നിട്ടുണ്ട്. അത് കട്ട് ചെയ്യാം. ഇതിന് 2 എൻഡ് ഉള്ളതുകൊണ്ട് ഈ നൈഫ് നേരെ താത്തി കഴിഞ്ഞാൽ ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ ഇതിലേക്ക് വെക്കുന്നത് ഒരു FS6ഉം ഒരു FX3യും കൂടെയാണ് ഇതിനകത്ത് വെക്കുന്നത്. സോ FX3യിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ FS6 നമ്മളിപ്പോൾ ഇവിടെ വെക്കുന്നു. പിന്നെ ഇതിന് ഡിവൈഡർ, അതായത് ഇതിൻ്റെ സൈഡിൽ വയ്ക്കുന്നത് നമ്മൾ 7200 ആണ്. സോ നമ്മളിവിടെ 7200 പ്ലേസ് ചെയ്തു. ഇത് സെൻറ്ററിൽ ഡിവൈഡ് ചെയ്യാൻ പാകത്തിന് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട്. സോ ഇങ്ങനെ വെച്ചിട്ട് ഒരു മെഷർമെൻറ്റ് അപ്രോക്സിമേറ്റ്ലി നമ്മൾ എടുക്കുന്നു. ഇതിൽ 2 ബ്ലേഡുണ്ട്. സോ ഇത് സെൻറ്ററിൽ വെച്ചിട്ട് നേരെ താഴത്തേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിൽ അത് കട്ടായി കിട്ടും. ഇത് ഇതിൻ്റെ കൂടെ വരുന്ന ടൂളാണ്. സോ ഞാൻ മാർക്ക് എടുത്തിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നേരെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ സെറ്റ്. ഇതാണ് ഇപ്പോൾ സൈസിലേക്കുള്ളത്. ഞാൻ ശക്കല ടൈറ്റും കൂടെ ആവുന്ന രീതിയിലാണ് ഈ സാധനം എടുത്തിരിക്കുന്നത്. ഇതോട് ഫിക്സ് ആയിട്ടുണ്ട്. കട്ടിങ് ഓൾമോസ്റ്റ് സെയിം കറക്റ്റായിരുന്നു. ഇനി ഇതിനകത്തേക്ക് ലക്കിലി നമ്മൾ ആ കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസ്
ഇവിടെ പ്രോപ്പറായിട്ട് ഇതിനകത്ത് സെറ്റായിട്ടുണ്ട്. അടുത്തത് വരുന്നത് 2 ബാറ്ററി, ഒരു ഗ്രിപ്പ്, അത് രണ്ടും ഇവിടെ പോകും. പിന്നെ നമുക്ക് വരുന്നത് 24/70 ഒരു 1685 ആയിരിക്കും. സേഫ് ഡു ലൈക്ക് ദിസ് റൈറ്റ്, ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇതിങ്ങനെ പോകുന്നു. പിന്നെ ഇപ്പുറത്തേക്കൊരു കഷ്ണമാണ്. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഡിവൈഡറുകൾ ക്ലോസ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു പിന്നും, അത് പിന്നെ എപ്പോഴെങ്കിലും ഊരണ്ട വന്നു കഴിഞ്ഞാൽ ഉള്ളി അതിൻ്റെ ഒരു പീസ് കൂടെ കൊടുക്കുന്നതിനകത്ത്. സോ നമ്മളിത് വെക്കുന്ന സമയത്ത് ഇത് നല്ല പ്രോപ്പറായിട്ട് അത് അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എടുത്ത് മാറ്റണം വന്നു കഴിഞ്ഞാൽ ഇതിലെ പിടിച്ച് നേരെ വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ മുകളിലേക്ക് തുറന്നു വരും. ഇത് ലിഡ് ഓർഗനൈസറാണ്. അതിനകത്തെ ഒരു ഇൻഫർമേഷൻ മിസ്സല്ലേ? എന്താണ്? നമ്മളതിന്റെ പ്രൈസ് പറഞ്ഞില്ലല്ലോ. പറയണ്ടേ? ആങ്കറല്ലേ പറയട്ടെ, എഡിറ്ററല്ലല്ലോ. നീ പറഞ്ഞു? എനിക്കറിഞ്ഞൂടാ. അന്ന് എനിക്കറിയാം, ഞാൻ പറയാം. ആ ബോക്സിന്റെ വില 17,500 രൂപ. 17,500? അതെ, ബോക്സ് മാത്രം. ഡിവൈഡർ കിറ്റിന് 5,600 രൂപ. ആ മോളിൽ വെക്കുന്ന ലിഡ് ഓർഗനൈസർ ഇല്ലേ, അതിന് 2,000 രൂപ. നമ്മളിത് എവിടെ നിന്ന് വാങ്ങിയെന്ന് പറയണ്ടേ? സ്പോൺസർഷിപ്പ് ആവും. ഈ ആകെ 1000 ചില്ലൻ ഫോളോവേഴ്സ് ഉള്ള നമുക്ക് ആര് സ്പോൺസർഷിപ്പ് ചെയ്യാനാ? മാത്രമല്ല പൈസ കൊടുത്ത് നോക്കിയ ബില്ലും ട്രാൻസ്ഫർ ചെയ്ത പൈസ നമ്മൾ കിടക്കുമല്ലേ. അത് നമ്മൾ ഫിൽ ക്യാപ്പിൽ നിന്നാണ് വാങ്ങിയത്. അവരുടെ 2 നമ്പറും കൊടുത്തേക്കാം. സെറ്റ്. ക്യാമറ, ലൈറ്റ്സ്, ഓഡിയോ, അതുപോലെ ഗിയേഴ്സ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കണ്ടന്റിനായി സ്റ്റേ ട്യൂൺ. ബൈ.